പ്രിയമുള്ളവരെ, ഓർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളം ആദ്യമായി അച്ചടിച്ച ഒരു കൃതിയാണ്. ഹോളണ്ടോ എന്ന രാജ്യത്താണ് അത് അച്ചടിച്ചത്. ഞാൻ അതിൻ്റെ പേജ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തെങ്ങിൽ നിന്നും കള്ളി എത്തുന്നതിനെക്കുറിച്ചുള്ള വിവരണവും അതിൻ്റെ പടങ്ങളും അതിനകത്തുണ്ട്. ഭയങ്കര രസമുള്ള ഡ്രോയിങ്സാണ് അതിനുള്ളത്. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ കവിതയിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്. ഒന്ന് ഭാഷാപരമായ ഒരു മാറ്റമാണ്. അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്കൊരൊറ്റ വാക്കിൽ പറയാം, ഡീസാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയാം ഇംഗ്ലീഷിൽ. മലയാളത്തിലല്ല, സംസ്കൃതത്തിൽ പറഞ്ഞാൽ അപസംസ്കൃതീകരണം എന്നാണ് പറയുന്നത്. അതായത് ഈ സംസ്കൃതത്തിൻ്റെ ഒരു ആധിപത്യം നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലെല്ലാം ഉണ്ട്. നമ്മളാണെങ്കിലും കൂടുതൽ വാക്കുകൾ സംസ്കൃതമാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും. മോഹം എന്നുള്ള വാക്കൊക്കെ നമ്മൾ വേറൊരു വാക്കില്ല നമുക്ക്. മുന്നി എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരും പ്രയോഗിക്കാറില്ല. മുന്നി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലും മലയാളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് പുതിയ കാലത്ത് ഉണ്ടായത്. അത് ഏറിയും കുറഞ്ഞുമുണ്ട്. എല്ലാവരും ഇങ്ങനെ കൃത്യമളവിൽ പാലിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് പഴയ രീതിയിൽ നിന്നും ഒരു സാധാരണ ഭാഷയിലേക്ക് മാറുകയുണ്ടായി. അപ്പം നമുക്കറിയാം, നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് അടുത്തൊരു വാക്യം വരേണ്ടി വരും. അല്ലാതെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് വാക്കുകളുടെ കൂട്ടമാണ് ഒരു വാക്യം. പൂർണ്ണമായ ആശയം അത് നൽകുന്നതാണ്. പക്ഷെ ഒരു വാക്യവും പൂർണ്ണമായ ആശയം നൽകുന്നില്ല. അതുകൊണ്ട് ഒരു വാക്യം കഴിയുമ്പോൾ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുകയാണ്. അങ്ങനെ അടുത്ത വാക്യത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് രാമൻ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ വരും. ഏത് പാമ്പാന്ന് ക്വസ്റ്റ്യൻ വരും. കൊന്നു എന്നുള്ളത് എങ്ങനെ കൊന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയാണ് ഈ നോവലുകളും കഥകളും കവിതകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഷയിലുള്ള വാക്കുകൾ, ഇപ്പം ഒരു ചെറിയ വാക്യം രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ളത് വേണമെങ്കിൽ വിവരിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു വലിയ പുസ്തകമാകും. അങ്ങനെ നമുക്ക് വിവരിക്കാൻ പറ്റും. വളരെ നിസ്സാരമെന്ന് കരുതുന്ന വാക്യങ്ങൾക്ക് പോലും വലിയ അർത്ഥമുണ്ടെന്നുള്ളതാണ് പുതിയൊരു കണ്ടെത്തൽ, പുതിയൊരു നമ്മുടെ കവിതയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. അത് ഭാഷയെ സംബന്ധിച്ച് വളരെ സാധാരണമായ ഭാഷയിൽ കവിത എഴുതുക, എന്നാൽ അല്ലാതെ എഴുതാറുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ സാധാരണമായ ഭാഷയിൽ കവിത എഴുതണമെന്നില്ല. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഇപ്പം എൻ്റെ മേസ്ത്രി എന്നുള്ള കവിതയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കവിത, അല്ലെ പെങ്ങളുടെ ബൈബിള്. അതിൽ ഈ മേസ്ത്രിയിലൊക്കെ വളരെ സാധാരണമായ വാക്യമാണ്. ഒരു മേസ്ത്രിയോടൊപ്പം പണിക്ക് പോയി, ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് തൊഴുത്തിൻ്റെ തിണ്ണയിലിരുന്നു, ഒരു കിളി വാഴപ്പഴം കൊത്തി തിന്നുന്നു, അതിനെ പിടിക്കുവാൻ തോന്നി, കപ്പളത്തിൻ്റെ പഴുത്ത കൈ പറന്നു വീഴുന്നു, അതുകൊണ്ടൊരു ഓടക്കുഴലുണ്ടാക്കാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണമായ വാക്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞാൻ ഈ കലാമണ്ഡലത്തിൽ ചെന്ന് വള്ളത്തോളിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. വള്ളത്തോൾ വളരെ സിമ്പിളായിട്ട് എഴുതുന്ന ആളാണെന്ന് എൻ്റെ ഒരു ധാരണ. അങ്ങനെയുള്ള കവിതകളാണ് ഞാൻ വായിച്ചിരുന്നത്. പക്ഷേ വള്ളത്തോളിൻ്റെ പണ്ഡിതോചിതമായ ചില കൃതികൾ വായിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പിന്നെ ഞാൻ എല്ലാവർക്കും മനസ്സിലാകത്തക്ക ഒരു കവിതയാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. രാമനുമൊക്കെ എഴുതി അതങ്ങനെയാണ്. ഷീജയുടെ കവിതകളും എല്ലാവർക്കും മനസ്സിലാകുന്ന കവിത, ശ്യാം സുധാകരൻ. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റമാണ് കവിതയിൽ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന്, സമയമാകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ, ഈ ചെറിയ കവിതകൾ ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് വലിയ ദീർഘമായ കവിതകൾ കുറയുകയും ഒരിടയ്ക്ക് ചെറിയ കവിതകൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ വലിയ കവിതകൾ മനോജ് പോലുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ ചെറിയ കവിതകൾ, ഒരു പ്രത്യേക രീതിയിൽ ഒതുക്കമുള്ള കവിതകൾ, അതായത് വളരെ, ഇപ്പം നമ്മൾ പണ്ട് ഒരു കാര്യം പ്രതീക്ഷിക്കുമ്പോൾ ഒരു ലോറിക്ക് വരുന്നത് പോലാണ് നമ്മൾ കാര്യം പ്രതീക്ഷിക്കുന്നത്. അങ്ങനല്ല. അപ്പം നമുക്കൊരാളൊരു കത്ത് കൊണ്ടുത്തരുന്നു, അത്രയേ ഉള്ളൊരു പുതിയ കവിതയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കൊരാളൊരു കത്ത് കൊണ്ടുത്തരുന്നു, അത് വലിയൊരു സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ കപ്പളത്തിൻ്റെ പഴുത്ത കൈ പറന്നു വീഴുന്നു എന്ന് പറയുന്ന ഒരു സിംപ്ലിസിറ്റി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കവിതയിലേക്ക് ഒരു മാറ്റമുണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. മറ്റൊന്ന്, സൂക്ഷ്മതലത്തിലുള്ള ആവിഷ്കാരം പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, പഴയ കവിതകളിലൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സിനിമ കാണുന്നവർക്കെല്ലാം അറിയാം, ഏരിയൽ ഷോട്ട് എന്ന് പറയുന്ന മുകളിൽ നിന്നുള്ള ഷോട്ടുകൾ ഇപ്പം ധാരാളം സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ മുകളിൽ നിന്നുള്ള ഷോട്ട് ഞാൻ ആദ്യം വായിച്ചിട്ടുള്ളത് കാളിദാസൻ്റെ രഘുവംശത്തിലാണ്. സീതയും ഭർത്താവുമൊക്കെ ഇവിടുന്ന് പോരുകയാണ്, പുഷ്പവിമാനത്തിൽ പോരുമ്പോൾ പഞ്ചവടി പ്രദേശങ്ങൾ രാമൻ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏരിയൽ വിഷൻ ആദ്യമായി വന്ന ഒരു കാവ്യം രഘുവംശമാണ്.
അപ്പോൾ ആ രീതിയിലുള്ള മറ്റു തരത്തിലുള്ള വിഷൻസ്, താഴേന്ന് മുകളിലേക്ക് നോക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അപ്പം നമ്മളൊരു മേശപ്പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നു, അപ്പോൾ അതിൻ്റെ അടിയിൽ വല്ല ജീവജാലങ്ങളും ചിലപ്പോൾ കണ്ടെന്നിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പല്ലി അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ജീവജാലങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്കുള്ളൊരു സൂക്ഷ്മ ദൃഷ്ടി പുതിയ കാലത്ത് എല്ലാ ആർട്ടിലും ഉണ്ടായിട്ടുണ്ട്. ചിത്രകലയിലും കവിതയിലും ഒക്കെ തന്നെ, സിനിമയിലൊക്കെ ഉണ്ട്. ഇപ്പം ബുനുവലിൻ്റെ സിനിമയിലൊക്കെ ഈ ഒച്ച്, ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുമ്പോൾ അവളുടെ ദേഹത്തോട് ഒച്ചിഴയുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബുനുവലിന് ചെറുപ്പം മുതലേ ഈ ജീവജാലങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അത്തരത്തിലുള്ളൊരു കൗതുകം, പുതിയൊരു മാറ്റം, ഒരു എന്താ പറയുക, ഒരു സുവോളജിക്കലായിട്ടുള്ള, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെ ബൊട്ടാണിക്കലായിട്ടുള്ള ഒരു മാറ്റം. മറ്റ് പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള കവിതകൾ. നദിയൊരു തുങ്ക ഗോപുരം ഞാനതിൽ സ്ഫടികവാതിലിൽ ചാരി നിൽക്കുന്ന രാമൻ്റെ ഒരു കവിതയാണ്. ഇവിടെ നദിക്ക് ഒഴുകാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഉത്തുംഗ ഗോപുരമായിട്ട് നദിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഒരു പാ വേണമെങ്കിൽ വിരിച്ചിടുമ്പോൾ ഒരുപാട് സ്പേസ് വേണം, പക്ഷേ പാ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കുറച്ച് മതി. ആ രീതിയിൽ ഇടുങ്ങിയ സ്പേസിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അത് കവിതയിലെ ആവിഷ്കാരത്തിൽ വന്നിട്ടുണ്ട്. അതാണ് നദി ഒരു ഉത്തുംഗ ഗോപുരം എന്ന് കവി പറയാനുള്ള കാരണം അതാണ്. പിന്നെ സ്ത്രീ ജീവിതം ഒരു വലിയ, സ്ത്രീ ഒരു വിഷയമെന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിഷയമേഖല കൂടിയാണ്. അത് സ്ത്രീകൾക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലാത്തൊരു മേഖലയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ ഒബ്ജക്റ്റായി നിൽക്കുന്ന സ്ത്രീ, വസ്തുവൽക്കരിക്കപ്പെട്ട സ്ത്രീ സബ്ജക്റ്റായി മാറുന്നു, കർത്തൃത്വം ആർജിക്കുന്നു. നമ്മുടെ സമൂഹത്തിലും അങ്ങനെയാണ്. ആദിവാസികൾ അല്ലെങ്കിൽ ദളിതർ, അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരെല്ലാവർക്കും സമൂഹത്തിൽ വിലയില്ലാതിരുന്നു. അവരൊരു വിലയുണ്ടാക്കിയെടുക്കുന്നു. അവർ അതറിഞ്ഞ് ചെയ്തുകൊണ്ട്, അന്യവൽക്കരിച്ചുകൊണ്ട് അവർ സ്വന്തം ഒരു സത്ത ഉണ്ടാക്കുന്നു, ഒരു ബീയിങ് ആയി മാറുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് സബ്ജക്റ്റിവിറ്റി. ആ സബ്ജക്റ്റിവിറ്റിയുടെ ആവിഷ്കാരം എന്ന നിലയിൽ പുതിയ കവിതയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് വിശദീകരിച്ച് പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണില്ലായിരിക്കും, എന്നോട് ക്ഷമിക്കണം. മറ്റൊന്ന്, ദളിത്, ആദിവാസി, ട്രാൻസ്ജെൻഡർ എഴുത്തുകളുടെ ഒരു വരവും പിന്നെ മറ്റ് പ്രമേയങ്ങളും ഉണ്ട്. ഇപ്പോൾ ശ്രീകുമാർ കരിയാറിനെ പോലുള്ളവരൊക്കെ വേറെ ചില പ്രമേയങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഒരു വനത്തിലൊരു ചിത്രശലഭത്തിന് 2 പുലികൾ കാവലിരിക്കുന്ന ഒരു കവിത. അതൊരു വ്യത്യാസമാണ്. വനത്തിലെ ഒരു ചിത്രശലഭത്തെ നോക്കിക്കൊണ്ട് അതിന് കാവലിരിക്കുകയാണ്, ഇരുപുലി കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ പുതിയ കവിതയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഒരുപാടുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്നില്ല. കാരണം അത് പഴയ പോലെ പാടി. ഇന്ന് കവിത പ്രചരിക്കുന്നത് എഴുത്തിലൂടെയാണ്. കൂടുതൽ പേര് എഴുതി കവിതയെ പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ ചേഞ്ച് ഇക്കാലത്ത് കവിതയിൽ ഞാൻ കാണുന്നു. എല്ലാവരും എഴുത്തുകാരാവുന്നത് നല്ലത് തന്നെയാണ്. കാരണം എല്ലാവരും കലാകാരന്മാരാണെന്നാണ് ആൻഡി വാർഹോളിനെ പോലുള്ള ചിത്രകാരന്മാർ പറയുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാവരും കവികളാണ്. അവസാനത്തെ മനുഷ്യൻ മരിക്കുമ്പോഴേ അവസാനത്തെ കവിയും മരിക്കുകയുള്ളൂ. അപ്പം ഇന്ന് കവിത വ്യാപിക്കുന്നത് പഴയ പോലെ പാടിയോ അങ്ങനെയൊന്നുമല്ല, കൂടുതൽ എഴുതിയാണ്, മറ്റുള്ളവർ എഴുതിയാണ് അത് വ്യാപിക്കുന്നത്. അതൊരു വലിയ പിൽക്കാലത്ത് ഒരു ബൃഹദാഖ്യാനമായി മാറുകയും ചെയ്യും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ കവികളെ, കാവ്യാസ്വാദകരെ നമസ്കാരം. ഭാഷ എപ്പോഴും സ്വയം പരിണമിക്കുന്ന ഒരു ജീവിയെ പോലെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ജൈവ പരിണാമത്തിൻ്റെ അനന്ത കാലഘട്ടങ്ങളിലൂടെ ജീവികളുണ്ടാക്കിയ ഒച്ചകൾ കടന്നു വന്നപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഭാഷയുടെ ആദ്യ തലമുറ യാത്ര ആരംഭിച്ചത്. കൂടുതൽ സൂക്ഷ്മതയോടെ വികാരങ്ങളെ ആവിഷ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്ന് കഥയും കവിതയും എല്ലാം ഉണ്ടായി. കവിതയുടെ ഈ യാത്രയെപ്പറ്റി, പല തലമുറകളിലൂടെയുള്ള കൈമാറ്റത്തെപ്പറ്റി ഓർക്കുമ്പോൾ ആശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ എഴുതിപ്പോയ ജീവപരമ്പരയെപ്പറ്റി ഉള്ള വരികളാണ് എനിക്ക് എൻ്റെ ദർശനം ആയി പറയാനുള്ളത്. എന്നെ തുടർന്നെഴും നീണ്ട ജന്മ പൊന്നോമൽ ചങ്ങല തൻ്റെ പിന്നിലെ കണ്ണി ഓരോന്നിൽ പൊങ്ങി മിന്നി എന്നെ തന്നെ കാണൂ എന്നാണ് ആശാൻ എഴുതിയത്. ഒരു ചങ്ങലയുടെ ഏറ്റവും മുന്നിലെ കണ്ണിയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലുള്ള കണ്ണികളിലെല്ലാം മിന്നിത്തെളിഞ്ഞ് കാണുന്നത് എന്നെ തന്നെയാണ് എന്നാണ് കവിതയുടെ തലമുറകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെല്ലാമോ കാലഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അക്ഷരങ്ങൾ, വാക്കുകൾ, ആരെല്ലാമോ എടുത്ത് പ്രയോഗിച്ച് പല രീതികളിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ശൈലികൾ, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഏത് കാലത്തും കവിത മുന്നോട്ട് പോയിട്ടുള്ളത്.
അതുവരെയുള്ള പാരമ്പര്യങ്ങൾ മുഴുവൻ വാക്കുകളും അക്ഷരങ്ങളും നിഷേധിച്ചുകൊണ്ടൊരു പുതിയ ഭാഷ ഉണ്ടായി വന്നിട്ടില്ല. നമ്മളാരും സ്വയംഭൂവായിട്ടുള്ളതോ പെട്ടെന്ന് ഭൂമിയിൽ പൊട്ടിമുളച്ചതോ ആയ ഒരു ഭാഷ അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജൈവ പരിണാമത്തെ പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കടലിലുണ്ടായ ജീവി കരയിലേക്ക് എഴഞ്ഞ് ആകാശത്തേക്ക് പറന്നു പോയപ്പോൾ അതാണല്ലോ പരിണാമത്തിൻ്റെ വഴി. കടലും കരയും ഇല്ലാതായിട്ടില്ല, അവിടെ അതിൻ്റേതായിട്ടുള്ള പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇനി പറന്നുപോയ ജീവികളാണെങ്കിൽ തന്നെ പലതും തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി പരിണമിച്ച കഥയുമുണ്ട്. റിട്രോഗ്രേഡ് ആയിട്ടുള്ള എവല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആകാശത്തേക്ക് പോയ പറവകൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കവിതയിലും പലതരം മാറ്റങ്ങളിലേക്ക് എല്ലാ ശ്രേണികളിലും എഴുതിയിട്ടുള്ള കവികളുടെ എഴുത്തുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഏത് കാലവും ഇതെല്ലാം കൂടിക്കലർന്ന ഒരു ബഹുസ്വരതയാണ് പ്രപഞ്ചം എന്ന് പറയാം, അതിൻ്റെ പ്രതിഫലനമായിട്ടുള്ള സാഹിത്യവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവിധ ശൈലികളുടെ ഭാഷയുടെ കൂടിക്കലരലായിരുന്നു എല്ലാ കാലത്തെയും കവിത. ആദ്യകാല കവിതകളിൽ സംസ്കൃത ജടിലവും ശൃംഗാരപ്രധാനവുമായിട്ടുള്ള മണിപ്രവാളം പോലുള്ള അച്ചീചരിതങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അധസ്ഥിതർക്ക്, സ്ത്രീകൾക്ക്, ഒരുപക്ഷെ ശരീരത്തിൻ്റെ മാളങ്ങളിൽ ഒളിച്ചിരുന്ന ക്യൂറോ വിഭാഗങ്ങൾക്ക്, ഭിന്നലിംഗങ്ങൾക്ക് ഒച്ചയുണ്ടായിരുന്നില്ല എന്നല്ല അർത്ഥം. ആ ഒച്ചകൾ തമസ്കരിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവയ്ക്ക് പുറത്തേക്ക് വരാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ്. എല്ലാ കാലത്തും കവിത ഒരാളുടേത് അല്ലെങ്കിൽ ഒരു രീതിയിൽ മാത്രം നിലനിന്നിരുന്ന ഒന്നല്ല. എത്ര തലമുറ പിന്നിട്ടാലും ഒരു കവിക്ക് എഴുത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ഭാഷയിലുള്ള നിയന്ത്രണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ഈ ഒരു അത്യാഗ്രഹം തലമുറകളിലൂടെ മുന്നോട്ട് പോരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കവിതയും തുടർന്നു വരുന്നത്. എഴുത്തച്ഛൻ്റെ പ്രശസ്തമായ പ്രാർത്ഥന നമുക്കറിയാം. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്ന്. ശരിക്കും ഈ അഭ്യർത്ഥനയോട്, അക്ഷരത്തിനോടുള്ള ഈ അഭ്യർത്ഥനയുടെ ആദികാല രൂപം കിടക്കുന്നത് എവിടെയാണ്? എത്രയോ തലമുറകൾക്ക് മുന്നെയാണ്. ചീരാമൻ്റെ രാമചരിതം അതിലെ പടലം 1 പാട്ടിൽ 2 അദ്ദേഹം പറയുന്നതാണ്, ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയിച്ച ഇനിയ ചൊൽ നായികേ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അക്ഷരത്തെ. എന്നിൽ അറിവുണർത്തിയ, ഇനിയ എന്ന വാക്കിൻ്റെ അർത്ഥം മധുരം എന്നാണ്. മധുരമുള്ള വാക്കുകളുടെ നായികേ, പരവയിൽ തിരകൾ നേരുടൻ, കടലിലെ തിരകൾ പോലെ മധുരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന ആദികാലത്തതാണ്. എഴുത്തച്ഛൻ എത്രയോ കാലം മുന്നത്തെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥനയാണത്. അതിനുശേഷം കണ്ണശ്ശൻ അതിനെ പരിഷ്കരിച്ചപ്പോൾ മലയാളവും തമിഴും സംസ്കൃതവും ചേർന്ന പുതിയ തലമുറ കവിത വന്നപ്പോൾ ഇളകിയ സാഗര വീചികൾ മേന്മേൽ ഇതമുഴുവൻ ഉളവായതുപോലെ എന്ന് മാറി. അടുത്ത തലമുറകൾ കുറേ കഴിഞ്ഞ് എഴുത്തച്ഛൻ്റെ കാലത്തെത്തിയപ്പം അത് ഇനിയ ചൊൽ നായികേ എന്നുള്ള വിളി ഭാരതി എന്നായി മാറി. പിൽക്കാല തലമുറകൾ ഒരുപാട് കവിതകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആഠ്യമേടകളിലിരുന്ന സരസ്വതി അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ ദേവത ആ വാതിലുകൾ തുറന്ന് പൊതുജനങ്ങൾക്കിടയിലേക്ക്, എല്ലാ തരത്തിലുമുള്ള സാധാരണ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇനി വരും തലമുറകൾ അടയാളപ്പെടുത്താൻ പോകുന്നതും ഈ ഒരു സ്വതസിദ്ധമായ എല്ലാവർക്കും പങ്കുവയ്ക്കപ്പെട്ട കവിത എന്നുള്ള ആശയമായിരിക്കും. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി, വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല എന്നെഴുതിയത് മലയാള കവിയാണ്. സാധാരണ ജനങ്ങളുടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, അവരുടെ പത്മവ്യൂഹത്തിൻ നടുവിലെ കൊടിത്തണ്ടിൽ അവൾ പാറുന്നു. തൊഴിലിൻ്റെ ഗാനം പാടിക്കൊണ്ട്, അഴകിൻ്റെ വീണ വീട്ടിക്കൊണ്ട് അക്ഷരത്തിൻ്റെ ദേവത പൊതുജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന, സാധാരണ ജനങ്ങൾക്കൊപ്പം, എല്ലാ മേഖലകളിലുമുള്ള അരികുവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം സഞ്ചരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ ഈ തലമുറ കവിതയെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. ഗദ്യവും പദ്യവും ഇടകലർന്നും, ഗദ്യമായും പദ്യമായും എല്ലാം ബാഹ്യരൂപങ്ങളിൽ പല രീതിയിലും കവിതയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ബാഹ്യമായി ഏതെല്ലാം രീതികളിലുള്ള മാറ്റം സംഭവിക്കുമ്പോഴും കവിതയ്ക്ക് ആന്തരികമായ ഒരു ശക്തി ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയപ്പെടാത്ത, നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കവികൾ, മനോഹരങ്ങളായ കവിതകൾ ഗദ്യവും പദ്യമോ എന്നുള്ള ഭേദങ്ങളില്ലാതെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കവിയാണ്, ഫേസ്ബുക്കിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. എബിൻ എന്നാണ് ആ കവിയുടെ പേര്.
അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ വായിക്കാം. അടുക്കി വെച്ച ശവപ്പെട്ടികൾക്ക് മുകളിൽ ഒറ്റ റീത്തു പോലെയാണ് ബഹുനില മാളികയുടെ ടെറസിലെ പൂന്തോട്ടം എന്നാണ് അദ്ദേഹം എഴുതിയത്. അടുക്കി വെച്ച ശവപ്പെട്ടികൾക്ക് മുകളിൽ വെച്ച ഒറ്റ റീത്തു പോലെയാണ് ഒരുപാട് നിലകളുള്ള ഒരു മാളികയുടെ മുകളിലെ പൂന്തോട്ടം എന്ന് അദ്ദേഹം എഴുതിപ്പോയി. ആദിയുടെ, മല്ലികയുടെ, സുകുമാരൻ്റെ ഒക്കെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരുപാട് കവിതകൾക്ക് വേദിയാകുന്ന ഒരു തലമുറ കൂടിയാണ് ഇത്. ബാഹ്യരൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ കവിതയുടെ അവതരണ ശൈലിയിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് പലപ്പോഴും വലിയ ചർച്ചകൾ തലമുറ മാറ്റം എന്നുള്ള നിലയിൽ സംഭവിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ നെരൂദയുടെ കവിത വിവർത്തനം ചെയ്തപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവർത്തനം നമുക്കറിയാം. കഴിയും ഈ രാവ് എനിക്ക് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ കുറിക്കുവാൻ. അതറിയാത്ത മലയാളി ഉണ്ടാവില്ല. വസന്തം ചെറിമരങ്ങളോട് ചെയ്യുന്നത് ഞാൻ നിന്നോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന നെരൂദയുടെ വരികളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ മനസ്സിലുണ്ട്. ഭാഷ, ദേശ, ലിംഗ, വർണ്ണ ഭേദങ്ങൾക്കെല്ലാം ഇതൊന്നും ബാധകമാകാതെ, താളമോ താളരാഹിത്യമോ ബാധകമാകാതെ ഈ വരികൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായത്? ബാഹ്യരൂപം കൊണ്ടല്ല, അതിൽ പ്രതിഫലിക്കുന്ന കവിതയുടെ ആന്തരിക ശക്തി കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് തലമുറയിലും കവിതയുടെ വിഷയമായിരിക്കുന്നത് പ്രതിഭയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രതിഭാധനനായ ഒരു കവി വരി മുറിച്ചാലും തിരിച്ചാലും ബാഹ്യരൂപത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലും കവിത കവിതയായി നിലകൊള്ളുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിരവധി കവിതകൾ, നമ്മുടെ കൂടെ ഇരിക്കുന്ന കവികളുടെ എഴുത്തിൽ പോലും വ്യക്തമായി നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അനുകരണങ്ങളുടെ ഒരു അന്ധപ്രളയത്തിൻ്റെ കാലം കൂടിയാണത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കവിത പായലുകൾക്കിടയിലെ താമരമൊട്ടുപോലെ ശ്വാസം മുട്ടുന്നതും നമ്മൾ കാണാറുണ്ട്. എല്ലാവരും എഴുത്തുകാരൻ ആകേണ്ട കാലത്തെ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കണം. അപ്പോഴും തിടുക്കപ്പെടാതെ അവനവനിലുള്ള ഏറ്റവും നല്ലതെന്തോ അത് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത കവിതയോട് നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കവിതയെപ്പറ്റി വലിയ താത്വിക അവലോകനങ്ങളോ പ്രതിക്രിയാവാദകങ്ങളോ ഒന്നും കവിതയുടെ എഴുത്തിനോ അല്ലെങ്കിൽ വായനയ്ക്കോ ബാധകമായിട്ടുള്ള കാര്യം ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷി പറക്കുന്നത് പറക്കലിൻ്റെ ശാസ്ത്രം അറിഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ കവിത, ഇന്നലത്തെ കവിത, മെനങ്ങാന്ന് അങ്ങനെയായിരിക്കും, ഇന്നലെ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് കണ്ടിട്ടുണ്ടോ? അത് മറിച്ച് നോക്കിയാൽ അതിൻ്റെ ലാസ്റ്റിലത്തെ പേജിൽ എപ്പോഴും ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഉണ്ടായിരിക്കും. ഒരു 2 വരി മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. എയ്റോഡൈനാമിക്കലി എ ബംബിൾ ബീ കനോട്ട് ഫ്ലൈ. എഞ്ചിനീയർമാർ കണ്ടെത്തിയതാണ്. ബംബിൾ ബീ എന്ന് പറയുന്ന ഒരു തരം തേനീച്ചയാണ്. ഒരു ഉണ്ട ശരീരമുള്ള കുഞ്ഞി ചിറകുള്ള പൂമ്പാറ്റ, ഒരു തേനീച്ചയാണ്. അതിൻ്റെ ശരീരഭാരത്തിനനുസരിച്ച് അത് ചുമന്നുകൊണ്ട് പറക്കാൻ ഈ പറഞ്ഞ പാവം സാധനത്തിന് പറ്റത്തില്ല എന്നൊക്കെയാണ് വലിയ നിയമപ്രകാരം കഴിയില്ല, ശാസ്ത്ര നിയമപ്രകാരം. പക്ഷേ ഈ വിഷയം ബംബിൾ ബീക്ക് അറിയില്ല. സോ ഇറ്റ് ഫ്ലൈസ്. അതുകൊണ്ട് അത് പറന്നുകൊണ്ടിരിക്കുന്നു. അതിന് തോന്നുന്ന വഴിയെ തോന്നും പോലെ ആ സാധനം സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കവിതയ്ക്ക് താത്വികമായിട്ടുള്ള കാര്യങ്ങളോ നിയമങ്ങളോ വ്യാകരണങ്ങളോ അല്ല. ശരിക്കും പറഞ്ഞാൽ കവിതയുടെ ആന്തരിക ശക്തിയാണ് എല്ലാ തലമുറയിലേക്കും കൈമാറേണ്ടത് എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് കവിതയുടെ ബഹുസ്വരതയിൽ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൽ ഏറ്റവും പുതിയ തലമുറയുടെ ഒരു വക്താവായി ഞാൻ എന്നെ കണക്കാക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ ഈ വേദിയിൽ തന്നെ എന്നെക്കാളും സീനിയറായിട്ടുള്ള കവികളുണ്ട്. അപ്പോൾ എൻ്റെ അധ്യാപകർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് ശേഷം മലയാളത്തിൽ 2 തലമുറ പിന്നെയും വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തലമുറ കൈമാറ്റം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്കുള്ള കൈമാറ്റം, അതൊന്നും മലയാളത്തിൻ്റെ കവിതയാണോ കേരളത്തിലെ കവിതയാണോ എന്നുള്ളത് കൃത്യമായ ഒരു രൂപം സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിനില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സമീപകാലത്തെ കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ തലമുറ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ 2 തലമുറ വന്നത്, ഏറ്റവും പ്രധാനമായ ഒരു മാറ്റം ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മാറ്റം ഭാഷയുടെ മാറ്റം. ജോസഫ് ആദ്യം പറഞ്ഞതുപോലെ അത് ലളിതമായിട്ടുള്ള ഭാഷയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു കൃത്യമായിട്ടുള്ളൊരു ലാളിത്യത്തിലേക്ക് ഒന്നുമല്ല അത് പോകുന്നത്. ചിലപ്പോൾ വളരെ ഡീപ്പറായിട്ടുള്ള കുറേ ഫിലോസഫിക്കലായിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ തലങ്ങളിലേക്ക് കവിത മൂവ് ചെയ്യുന്ന തരം കവിതകളുണ്ട്. ഒരു വലിയ സ്പേസാണ്. ആ സ്പേസിൽ ചെറിയ ചെറിയ പല വോയിസസും
ഒന്നിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ കാണണം. അതിൽ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഞാനൊരു ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്, എൻ്റെ ജോലി അധ്യാപനമാണ്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുവജനോത്സവത്തിനൊക്കെ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏകദേശം 350-400ഓളം വിദ്യാർത്ഥികൾ കവിതാരചന മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഈ ഒരു മലയാളം കവിതാരചന മത്സരത്തിൽ, അതിൽ ഇംഗ്ലീഷ് കവിതാരചന മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 150 ഒരു റേഞ്ചിലാണ്. ഇവർ പലരും ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ വരുന്നത്, പക്ഷേ അതിലും ജെനുവിനായിട്ടുള്ള പല ആൾക്കാരും അതിലുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് ഏകദേശം 500ൻ്റെ മുകളിലാണ് ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ആൾക്കാർ മാറുന്നതും മലയാളത്തിൽ കവിത എഴുതുന്നത് ഏകദേശം ഒരു 250-ൽ താഴെയാണ്. അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ ഇംഗ്ലീഷിൽ മനോഹരമായി എഴുതുന്നു. ഭാഷ ആ ഒരു രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ അതിൽ കണ്ണടച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രധാനമായിട്ടും കൊറോണ വന്നതിന് ശേഷം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള ഒരു അധിനിവേശം ഇപ്പം തന്നെ എനിക്ക് ഇപ്പോൾ മോൻസി ജോസഫിൻ്റെ മകൻ്റെ പുസ്തകം ഇപ്പോൾ വരാൻ പോകും. മലയാളത്തിലെ എഴുത്തുകാരുടെ എല്ലാവരുടെയും തന്നെ മക്കൾ ഇംഗ്ലീഷിൽ എഴുതുന്നു. അത് ഒരു വലിയ ഷിഫ്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ കാണുന്നത്. അത് കേരളത്തിൻ്റെ ആ ഒരു കേരളത്തിൻ്റെ ഒരു ഭാവുകത്വം എന്ന് പറയുന്നത് ഭാഷ മാത്രമേ മാറുന്നുള്ളൂ. അല്ലെങ്കിൽ മലയാളിയുടെ ഭാവുകത്വം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ലാംഗ്വേജിലൊരു വലിയ ഷിഫ്റ്റ് ഞാൻ ഈ ഒരവസരത്തിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു പ്രധാന വ്യത്യാസമാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് കാലം മുമ്പേ ഇപ്പോൾ കവിയരങ്ങുകൾ, ഇപ്പോൾ പണ്ടൊക്കെ നടത്തിയിരുന്ന കവിയരങ്ങുകളിലൊക്കെ അതൊക്കെ വില്ലേജിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പല കവിയരങ്ങളും നടന്നിരുന്നത്. ഇന്നതല്ല. ഇന്ന് കവിയരങ്ങ് എന്ന് പറയുന്നൊരു സാധനം പൂർണ്ണമായിട്ട് മാറുകയും പ്രധാനമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു മേജറായിട്ടുള്ള സാധനം വരികയും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഫെസ്റ്റിവലേ ഉള്ളൂ ഈ വില്ലേജിലൊക്കെ. വയനാട് ലിറ്റററി ഫെസ്റ്റിവലോ അങ്ങനെ കുറച്ച് ഫെസ്റ്റിവലേ തോന്നുന്നു ഇന്ത്യയിലെ വില്ലേജിൽ തന്നെ. ബാക്കി എല്ലാത്തിലും സ്മോൾ ടൗണിലും അല്ലെങ്കിൽ മേജർ സിറ്റീസിലുമായി നടക്കുന്ന വില്ലേജ്. ഇതൊരു പാൻ ഇന്ത്യൻ ഔട്ട്ലുക്ക് വരുന്നു എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ വളരെ റീജിയണലായിട്ടുള്ള വോയിസസ് അതിലേക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പല കള്ളനാണയങ്ങളുണ്ടായിരിക്കാം. പല ആൾക്കാരും ഇപ്പോൾ ഈ മറ്റേ സ്കിൻ വാക്കേഴ്സ് എന്ന് പറയുന്ന, അറിയാലോ, ഈ നമ്മുടെ നാട്ടിൽ ഒടിയൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പല പല രൂപങ്ങൾ പ്രാപിച്ചുകൊണ്ട് കുറച്ചു കാലം ഒരു പ്രത്യേക കവിതകൾ എഴുതും, ഇപ്പോൾ കുറച്ചു കാലം ദളിത് കവിത എഴുതുന്നു, കുറച്ചു കാലം വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലെ കവിത എഴുതും. ഒരുപാട് കവികൾ അങ്ങനെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി ജെനുവിനായിട്ടുള്ള പല കവിതകളും, അതായത് ചരിത്രത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ദേശത്തിൻ്റെ അല്ലെങ്കിൽ വേരുകളിലേക്ക് പോകുന്ന തരം കവിതകൾ, അല്ല സാധാരണ മനുഷ്യനുമായിട്ട് കവിത ഒരു കാലത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കാരണം സാധാരണ മനുഷ്യൻ്റെ കവിത എന്ന് പറയുന്നത് അപ്രാപ്യമായിരുന്നു എന്നാണ് എനിക്ക് കാരണം ഭക്ഷണം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടാണ് കവിത എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുള്ളൂ. കവിത എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഇനീഷ്യൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കവിതയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയറ് നിറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കവിതയോ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനത്തിലേക്ക് കടക്കുന്നത്. അതിൽ എത്തുമ്പോൾ ഈ ഒരു ഷിഫ്റ്റ്, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാർ മാത്രമല്ല, വളരെ ഈ ഗവൺമെൻറ് സ്കൂളുകളിലോ അല്ല ഒക്കെ ഉള്ള ഒരു ഷിഫ്റ്റ് നമ്മളത് കാണാതിരിക്കരുത് എന്നെനിക്ക് തോന്നുന്നു. അത് മറ്റേ ഈ ഒരു കേരളം എന്നുള്ള ജോഗ്രഫിയിൽ തന്നെ ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ വെറും അവാർഡ് മാത്രം കൊടുക്കുന്നു. മലയാള കവിതയ്ക്ക് ഒരു അവാർഡ് ഇപ്പോൾ ഓരോ തവണയും അടുത്ത തവണ നമ്മളെല്ലാവരും അറിയാം അടുത്ത തവണ ആർക്കായിരിക്കും അവാർഡ് നമ്മൾ വെറുതെ പ്രെഡിക്റ്റ് ചെയ്യും. അതൊക്കെ തെറ്റായിരിക്കും, പക്ഷേ വെറുതെ പ്രെഡിക്റ്റ് ചെയ്യും. പിന്നെ ഓരോ തവണ ഓരോ ആൾക്കാരുടെ അടുത്ത് അവാർഡ് കിട്ടുമ്പോഴും ഇയാൾ ഏത് പാർട്ടിക്കാരനാണ്, എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നു. അത്തരം സംഭവങ്ങളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നത് സാഹിത്യ അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ വളരെ കൃത്യമായി, അതായത് ചെയ്യേണ്ടത് അവാർഡ് കൊടുക്കുക എന്നുള്ളതല്ല, അതിന് പകരമായിട്ട് ഈ കവിത അല്ലെങ്കിൽ നോവൽ അത്തരം സാധനങ്ങളിലുള്ള പ്രൊമോഷൻ നടത്തുന്നത് ഈ ട്രാൻസ്ലേഷൻ വർക്ക്ഷോപ്സ് വഴിയും അല്ലെങ്കിൽ വിദേശ എഴുത്തുകാരെ ഇവിടെ കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, അങ്ങനെയാണ് സാഹിത്യം ഡെവലപ്പ് ചെയ്യുന്നത്. അത് സ്വയം ഉള്ളിലേക്ക് വെലിഞ്ഞിട്ടല്ല, അത് പുറമേക്ക് തുറന്നിട്ടാണ് പലപ്പോഴും മലയാള സാഹിത്യം എല്ലാ കാലത്തും തന്നെ പുറമേക്ക് തുറന്നിട്ട് തന്നെയാണ് അത് വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേ യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ അക്കാഡമിയ ഉയർത്തിക്കൊണ്ടുവരുന്ന കുറേ കോളംസ് ഉണ്ട്. നിങ്ങൾ ഇന്ന രീതിയിൽ കവിത എഴുതും, ഇന്ന രീതിയിൽ കവിത എഴുതരുത് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഈ മറ്റേ ഗോത്ര കവിതകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള, എനിക്ക് തോന്നുന്നത് കവികൾ എന്ന് പറയുന്നത് ആ തലത്തിനെ വിട്ടുപോകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് മലയാളത്തിലെ മിക്ക കവികളും, ഇപ്പോൾ എൻ്റെ കവിത അതായത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നൊരു സാധനമാണ്, എൻ്റെ കവിത സിലബസിൽ വന്നു. സിലബസിൽ വരിക എന്നുള്ളതല്ല ഒരു കവിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. നേരെ മറിച്ച് കവിത എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹീലിംഗ്,
അത് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് ആണ് കവിതയുടെ പ്രാഥമികമായ ധർമ്മം എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാ കാലത്തും തന്നെ, ഈ കാലത്തിൽ എഴുത്തച്ഛൻ്റെ ഇവിടെ പറഞ്ഞു, എല്ലാ കാലത്തും തന്നെ സോഷ്യൽ ഹീലിംഗ് ആണ്. അല്ലാണ്ട് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ ഉള്ളിൽ പെട്ട് നമ്മൾ കിടക്കരുത്, കവികൾ കിടക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളൊരു ആശയം. ഞാനൊരു സമയമായിട്ടില്ലല്ലോ, എന്നെ തുരത്തേണ്ട സമയമായിട്ടില്ല. ഞാനൊരു ചെറിയ കവിത വായിക്കാം. വിരലിനോളം പോകുന്ന ഒരു യക്ഷി. അതിലൊരു ചെറിയൊരു എപ്പിഗ്രാഫ് ചേർത്തിട്ടുണ്ട്. MTയുടെ നിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള അതിലൊരു ചെറിയൊരു ഭാഗമാണ്. ലീലയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞുകൊള്ളട്ടെ, അവൾ എൻ്റെ സഹോദരിയാണ്. വിരലിനോളം പോകുന്ന ഒരു യക്ഷി. അങ്ങനെയിരിക്കെ ഒരു രാത്രി ഉണർന്നെഴുന്നേറ്റപ്പോൾ ഞാനും നീയും തമ്മിൽ ഒരു കുന്നോളം അകലം. തൊടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കൂടെ ഉണ്ണാനോ ഉറങ്ങാനോ പാടില്ല, ഒന്നിച്ചു കുളിക്കാൻ ഒട്ടും പാടില്ല. അച്ഛൻ്റെ വലിയ പെട്ടിക്ക് മുകളിൽ പാവ പോലിരിക്കുന്ന നിന്നോട് മാനത്ത് മുഴച്ചു നിൽക്കുന്ന 64 നില ഗോപുരങ്ങൾ കാട്ടി അതിൽ വിമാനമിടിച്ച് എല്ലാവരും ചത്തുപോകില്ലേ എന്ന് ചോദിച്ചവനെ പോലെ ഞാൻ ചോദിച്ചു, എന്താണിങ്ങനെ? തുറക്കപ്പെടാത്ത ജലസംഭരണികൾ അനന്തതയിലേക്ക് നോക്കും പോലെ കണ്ണുകൾ വിസ്തൃതിയിലേക്ക് വിരിയിച്ച് നീ. ഒരു സായാഹ്നം നിറയെ പറവകൾ സ്വപ്നം കണ്ടു. മത്സ്യകന്യകയല്ലെന്ന് എപ്പോഴും നടിച്ചു. എൻ്റെ അലച്ചിലുകൾ എണ്ണി ദുഃഖങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചു. വിവാഹം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ആരുമറിയാതെ ഫോണിൽ വിളിക്കും. മഴ പെയ്യുന്നുണ്ടോ? മാവ് പൂത്തോ? ചിന്നു പെറ്റോ? കിണറ്റിൽ മുങ്ങിച്ചത്ത മിണ്ടാൻ വയ്യാത്ത കാര്യസ്ഥൻ്റെ പേരു മറന്നുപോയി. തളത്തിൽ കിടക്കുന്ന നമ്മുടെ എഴുത്തുമേശ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്കെന്തോ പോലെ. അച്ഛനുമായി വഴക്കിട്ട് വടക്കേതിലെ ആലിക്കുട്ടി പഞ്ചായത്തിൽ നിന്ന് രാജിവെച്ചതും റജീന ഒരിക്കൽ നിർത്താതെ കരഞ്ഞതും ഒരു ചെരുപ്പ് മാറി മാറി ഉപയോഗിച്ചതും അച്ഛൻ മരിച്ചപ്പോൾ കരയാത്ത ഞാൻ അവളുടെ കല്യാണത്തിന് കരഞ്ഞതും. വാക്കിൻ്റെ ദീപന ലഹരിയിൽ നട്ടലിൻ്റെ സൂക്ഷ്മതയിലൂടെ സുതാര്യമായി സഞ്ചരിക്കും. അങ്ങനെയിരിക്കെ ഒരിക്കൽ മുറ്റത്തെ ചട്ടിയിൽ അമ്മ ഒരു പന നട്ടു. അവളുടെ അരയോളമേ ഉയരം വരൂ. അമ്മയ്ക്ക് അളവ് പോലും നീയായിരുന്നു. രാത്രി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചട്ടിയുടെ വക്കത്ത് വിരലിനോളം പോന്ന ഒരുവൾ എന്നോട് ചുണ്ണാമ്പിന് കൈനീട്ടുന്നു. രാത്രി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചട്ടിയുടെ വക്കത്ത് വിരലിനോളം പോന്ന ഒരുവൾ എന്നോട് ചുണ്ണാമ്പിന് കൈനീട്ടുന്നു. മുടി വിരിച്ചിട്ടിട്ടുണ്ട്, നീല വെളിച്ചം പടരുന്നുണ്ട്. പനമുകളിലെ മണിയറയുടെ വല്ലാത്ത ഗന്ധത്തിൽ എന്നോട് പൊട്ടിച്ചിന്നിച്ചിരിക്കുന്നുണ്ട്. നന്ദി. എനിക്ക് തോന്നുന്നത് പുതിയ കാലത്തെ എഴുത്തുകാർ, വായനക്കാരുമൊക്കെ ഇപ്പോൾ ലിസ്ഫെയർ പോലുള്ള ഈ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സാറാ കെ പോലുള്ള പെർഫോമൻസ് പോയിറ്റ്സും ആ രീതിയിലുള്ള ഇതിലേക്ക് മാറിക്കഴിഞ്ഞെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എഴുത്തും എല്ലാം തന്നെ ആ രീതിയിലേക്ക് വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ ഹീലിംഗ് എന്ന് പറയുന്ന വലിയൊരു മെസ്സേജിലേക്ക് പോകേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു പുതിയ തലമുറ. നന്ദി. കവിതയുടെ തലമുറ കൈമാറ്റം എന്നുള്ളത് ഒരുപാട് പറയാനുള്ള വലിയൊരു വിഷയമാണ്. വളരെ ചുരുക്കം വാക്കുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമേ ഇവിടെ സാധിക്കുന്നുള്ളൂ. എനിക്ക് മുന്നേ സംസാരിച്ച 3 പേരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. എന്തായാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ടുള്ളൊരു പ്രാധാന്യം കൂടി ഈ ഒരു സെഷനുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് പറയുകയാണ്, കവിതയുടെ തലമുറ കൈമാറ്റം എന്നുള്ളൊരു വിഷയമായതുകൊണ്ട് പറയുകയാണ്. ഒരു 25 കൊല്ലം മുമ്പ് എൻ്റെ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന എൻ്റെ അന്നത്തെ വിദ്യാർത്ഥിയുടെ കൂടെ ഇരുന്ന് ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ കഴിയുന്നതൊരു ഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്നു. ഞാനൊരു കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഈ കവിത ഇങ്ങനെയാണ്. ഒരു മലയാള കവിതയല്ല, ഒരു ചൈനീസ് കവിതയാണ്. കൂട്ടുകവിക്ക് എന്നാണ്, സഹകവിക്ക്. നമ്മൾ പ്രതിഭകൾ, ആളുകൾ നമ്മളെ നമ്മുടെ കാലത്തെ ഏറ്റവും മുന്തിയ കവികളെന്നോതുന്നു. നമ്മൾ പ്രതിഭകൾ, ആളുകൾ നമ്മളെ നമ്മുടെ കാലത്തെ ഏറ്റവും മുന്തിയ കവികളെന്നോതുന്നു. നമ്മൾ പുലരുന്ന കൂരകൾ എത്രയോ മോശം, വിനീതം.
ഇന്നെത്ര പരിമിതം നമ്മൾക്ക് കിട്ടുന്ന സമ്മതി. തിന്നുവാനൊന്നുമില്ലാതെ ഉടുവസ്ത്രങ്ങൾ പോലുമില്ലാതെ വലഞ്ഞു നാം. ഒപ്പം നടക്കുന്ന സേവകരൊക്കെയും എത്ര വെറുപ്പോടെ നോക്കുന്നു. ജീവിത പുഷ്കലകാലത്ത് തന്നെ മുഖങ്ങളിൽ പറ്റച്ചുളിവ് പടർന്നു. ഗൗനിക്കുവാനാരുണ്ടു നമ്മളെ, നാം പെടും പാടിനെ. നാം തന്നെ നമ്മുടെ ശ്രോതാക്കൾ, കാണികൾ. കാവ്യനേട്ടങ്ങൾക്ക് പൂക്കൾ കൈമാറുന്നു തമ്മിൽ അന്യോന്യം. മരിച്ച് മണ്ണിൽ പോയ പൂർവകവികൾ കുറിച്ച കാവ്യങ്ങൾ തൻ കൂടെ അകപ്പെടും നമ്മൾ രചിച്ചതും. നാം തന്നെ നമ്മുടെ ശ്രോതാക്കൾ, കാണികൾ. കാവ്യനേട്ടങ്ങൾക്ക് പൂക്കൾ കൈമാറുന്നു തമ്മിൽ അന്യോന്യം. മരിച്ചു മണ്ണിൽ പോയ പൂർവകവികൾ കുറിച്ച കാവ്യങ്ങൾ തൻ കൂടെ അകപ്പെടും നമ്മൾ രചിച്ചതും. അന്യോന്യം ആശ്വസിപ്പിക്ക നാം, പിന്നാലെ നമ്മളെപ്പോലെ ഇനിയും ചിലർ വരും. അന്യോന്യം ആശ്വസിപ്പിക്ക നാം, പിന്നാലെ നമ്മളെപ്പോലെ ഇനിയും ചിലർ വരും. ഇത് AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ചൈനീസ് കവി, അദ്ദേഹത്തിൻ്റെ പേര് തൂഫു എന്നാണ്. തൂഫു AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ പഴയൊരു, AD 8-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 12-13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു കവി, ഒരു ചൈനീസ് കവി എഴുതിയ കവിതയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ എനിക്ക് ഈ തലമുറ കൈമാറ്റം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് തുടങ്ങാൻ, ഈ കവിത വെച്ച് തുടങ്ങാൻ തോന്നിയത് വേറെ ഒന്നുമല്ല. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നും പ്രസക്തമാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ 8-ാം നൂറ്റാണ്ടുകാരൻ കവിയും അനുഭവിച്ചിട്ടുള്ളത്. നാം തന്നെ നമ്മുടെ ശ്രോതാക്കൾ, കാണികൾ, അല്ലേ, തമ്മിൽ പരസ്പരം പൂക്കൾ കൈമാറുന്നു എന്നുള്ളൊരു പ്രശ്നം അത് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ജീവിക്കുന്ന ഓരോ കവിയും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ തൂഫു എന്ന കവി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലമുറയാണ്, എൻ്റെ ഒരേ തലമുറയാണ്. തലമുറ കവിതയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ തലമുറ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വളരെ പരിമിതമായൊരർത്ഥവും വിശാലമായിട്ടുള്ളൊരർത്ഥവും ഉണ്ട്. തീർച്ചയായിട്ടും പരിമിതമായൊരർത്ഥം ഒരേ കാലത്ത് കവിതയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തവർ എന്നൊക്കെ ആയിരിക്കാം. ഒരു തലമുറ, ഒരേ കാലത്ത് കവിതയിൽ ഒന്നിച്ച് കൂട്ടത്തോടെ കടന്നു വന്ന ഒരു കൂട്ടം കവികളെ ചേർത്ത് നമുക്ക് ഒരു തലമുറ എന്ന് വിളിക്കാം, അല്ലേ? അല്ലെങ്കിൽ വ്യത്യസ്തതകൾക്കിടയിലും ചില ഭാവുകത്വപരമായ ചില സമാനതകൾ സൂക്ഷിക്കുന്ന, അല്ലേ, ഒരു കൂട്ടം കവികളെ ചേർത്ത് നമുക്കൊരു തലമുറ എന്ന് പറയാം. പക്ഷെ അപ്പോഴും നമുക്ക് ചില പഴയ കവികളെ അയാൾ എൻ്റെ തലമുറക്കാരനാണ് എന്ന് തോന്നിയേക്കാം. അപ്പം എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് നമ്മുടെ പഴയ കവികളിൽ ഏറ്റവും നന്നായി അങ്ങനെ ഫീൽ ചെയ്യാറുള്ള, അനുഭവപ്പെടാറുള്ള കുറേ കവികളുണ്ട്. ഒരു ഉദാഹരണത്തിന് TR ശ്രീനിവാസ് എന്നൊരു കവിയുണ്ട്. TR ശ്രീനിവാസ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആധുനികതയുടെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട, ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കവിയാണ് TR ശ്രീനിവാസ്. അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ എൻ്റെ തലമുറയിൽ അയാൾ മുളയ്ക്കുന്നുണ്ട് എന്നാണ് വായനയിൽ എൻ്റെ ഒരു അനുഭവം. എൻ്റെ തലമുറയുടെ കവിയാണ്. അല്ലെങ്കിൽ TK നാരായണക്കുറുപ്പ് എന്നൊരു കവിയുണ്ട്. അദ്ദേഹം 1930കളിൽ കവിത എഴുതിയ കവിയാണ്. 1930കളിൽ കവിത എഴുതിയ TK നാരായണക്കുറുപ്പിൻ്റെ കവിതകൾ വായിച്ചപ്പോൾ മൺതരിയുടെ മൗനത്തിന് എറുമ്പുകൾ ഭാഷ്യം ചമയ്ക്കുന്നു. ഇത്തരം കവിതകളാണ്. മൺതരി, അതൊക്കെ 1930കളിൽ എഴുതിയതാണ്. മൺതരിയുടെ മൗനത്തിന് എറുമ്പുകൾ ഭാഷ്യം ചമയ്ക്കുന്നു. അങ്ങനെ കുറുകിയ പി രാമൻ്റെയോ വീരാൻകുട്ടിയുടെയോ ഒക്കെ ഒരു കവിത പോലെ വേണമെങ്കിൽ, അല്ലേ, വായിക്കാവുന്ന തരം കവിതകൾ 1930കളിൽ എഴുതിയ TK നാരായണക്കുറുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലമുറ തന്നെയാണ്. അപ്പം അങ്ങനെ പഴയ പല കവികൾ, എടശ്ശേരി എൻ്റെ തലമുറയുടെ കവിയായിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് അനുനിമിഷം ഞാൻ അനുഭവിക്കാറുള്ള ഒരു കവിയാണ് എടശ്ശേരി ഗോവിന്ദൻ നായർ. അങ്ങനെയുണ്ട്. അതേസമയം അങ്ങനെയല്ലാതെ നമ്മുടെ തലമുറ, നമ്മുടെ കാലത്ത് വന്ന തലമുറ, ഒരേ രീതിയിൽ വന്നിട്ടുള്ള ഒരു കൂട്ടം കവികൾ എന്നുള്ള നിലയിൽ, അപ്പോൾ തലമുറ എന്ന് പറയുന്നത് വളരെ ഒരു പ്രശ്ന സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് കവിതയിലെ തലമുറ എന്നുള്ളത്. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷനെ 90കളുടെ തലമുറ എന്ന് വിളിക്കുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ 90കളുടെ തലമുറയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? എന്താണ് ആ തലമുറയുടെ പ്രത്യേകത? ഒരു തലമുറ എന്ന് പറയുന്നത് 10 കൊല്ല കാലയളവാണെന്ന് പറയാറുണ്ട്. പക്ഷേ 10 കൊല്ലം മാത്രമാവണമെന്നില്ല. അത് ഇപ്പോൾ മലയാള കവിതയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ 10 കൊല്ലം എന്ന് പറയാം. പക്ഷേ ഇന്ത്യൻ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് 50 കൊല്ലമാവാം. അല്ലെങ്കിൽ ലോക കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു 100 കൊല്ലം ഒക്കെ ആയിരിക്കാം.
ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക. ഇന്നും നെരൂദ നമ്മുടെ തലമുറയാണ് എന്ന്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ വരെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എൻ്റെ 1972 ജനിച്ച എൻ്റെ ഏതാണ്ട് പ്രായമുള്ള ഒരു ചൈനീസ് കവി അവിടെ ഇരുന്ന് എന്താവും എഴുതുണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. 1970 ജനിച്ച ഒരു ചൈനീസ് കവി, അല്ലെങ്കിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ കവി, ഒരു സ്പാനിഷ് കവി എന്താവും അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടാവുക എന്ന് ആലോചിക്കാറുണ്ട്. ആ തരം ഒരു ലോക കവിതയെ മൊത്തം ഒരു ജനറേഷൻ സ്കേപ്പിൽ കാണുക വളരെ രസകരമാണ് എന്ന് തോന്നുന്നു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ സമയത്തെക്കുറിച്ചൊരു ടെൻഷൻ എനിക്കുണ്ട്. ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നിർത്താറായ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഈ തലമുറ മാറുമ്പോൾ നമ്മൾ ഒരു പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ, ഏത് തലമുറയായാലും മുൻ തലമുറകളിൽ നിന്ന് പഠിക്കുന്ന ഒരു വിവേകമുണ്ട്. മുൻ തലമുറകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിവേകം എല്ലാ തലമുറകൾക്കും കിട്ടുന്നുണ്ട്. കവിതയിൽ ഒരു പുതിയ ജനറേഷൻ വരുമ്പോൾ മുൻ തലമുറകൾ ആർജിച്ചതിൻ്റെയൊക്കെ ഒരു സത്ത അടുത്തൊരു തലമുറയ്ക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ ഒഴിവാക്കാൻ, ചിലത് കൂട്ടിച്ചേർക്കാൻ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അറബ് കവിതയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അറബ് കവിത മുഹമ്മദ് ദർവിഷിനെ പോലെയൊക്കെയുള്ള അവരുടെ കവിതകൾ നമുക്ക് വളരെ പരിചിതമാണ്. അവരുടെ യുദ്ധത്തെക്കുറിച്ച് ധാരാളം, അല്ലെ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നും അവിടെ നിന്ന് കവിതകൾ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് യുദ്ധം, മരണങ്ങൾ, ജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ. അതിനെക്കുറിച്ച് അവർ തലമുറകളായി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരത് എഴുതുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്തിടെ ഇറാഖിൽ നിന്നുള്ളൊരു കവി, സിനാൻ അൻറ്റൂൺ എന്നാണ് പേര്. സിനാൻ അൻറ്റൂൺ എഴുതിയ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പുതിയ കവിതാ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു വാചകമാണ്. അതിങ്ങനെയാണ്: ഐ ഹാവ് റിട്ടൺ ആൻഡ് സ്പോക്കൺ എഗെയിൻസ്റ്റ് ദ ഫോറൻസിക് ഇൻട്രസ്റ്റ് ഇൻ അറബിക് ലിറ്ററേച്ചർ എന്നാണ്. ഐ ഹാവ് റിട്ടൺ ആൻഡ് സ്പോക്കൺ എഗെയിൻസ്റ്റ് ദ ഫോറൻസിക് ഇൻട്രസ്റ്റ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അറബിക് സാഹിത്യത്തെക്കുറിച്ചുള്ള മറ്റ് ലോകം പങ്കിടുന്ന ഒരു ഫോറൻസിക് ഇൻട്രസ്റ്റ്, ആ വാക്കാണ്, ഒരു തരം ക്രൂരതയുള്ളൊരു വാക്കാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫോറൻസിക് ഇൻട്രസ്റ്റിനെതിരാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലുള്ളൊരു അഭിപ്രായം അടുത്തിടെ ഇന്ത്യയിൽ വന്നപ്പോൾ നജ്വാൻ ദർവിഷ് എന്ന പലസ്തീൻ കവി ഇതേ കാര്യം വേറൊരു ഭാഷയിൽ പറയുകയുണ്ടായി. അപ്പോൾ യുദ്ധകവിത എന്ന് പറയുന്നത് ഇന്ന് പലസ്തീനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ഒക്കെ ഉള്ളൊരു കവി എഴുതുമ്പോൾ, യുദ്ധത്തെക്കുറിച്ച് എഴുതുമ്പോൾ, മുഹമ്മദ് ദർവിഷിനെ പോലുള്ള കവികൾ എഴുതിയതുപോലെ അല്ല. അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ മുമ്പ് എഴുതിപ്പോയ കവികളെ വായിച്ച് അതിനുള്ളിൽ നിന്ന് അവർ പകർത്തുന്നൊരു വിവേകം ആയിരിക്കാം അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ പല ഫോമിൻ്റെയൊക്കെ കാര്യത്തിൽ പല വിവേകങ്ങളും പുതിയ കവികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഷകളിലും ആധുനികതയുടെ കാലത്ത്, മോഡേണിസത്തിൻ്റെ കാലത്ത് പഴയ ട്രഡീഷണലായ രൂപങ്ങളൊക്കെ ഇല്ലാതെ ഈ പദ്യത്തിലുള്ള എഴുത്ത് പല ഭാഷകളിലും ഇല്ലാതായി. ഗദ്യം വന്നു, പുതിയൊരു തരം ഗദ്യം ഒട്ടുമിക്ക ലോകഭാഷകളിലും വന്നു. പക്ഷേ ഒരു 1970 ശേഷമുള്ള ലോക കവിതയിൽ ഉടനീളം ഏത് രാജ്യത്തെ കവിത എടുത്ത് നോക്കിയാലും, ഒരു ഉദാഹരണത്തിന് പോളണ്ട് പോലെയുള്ള, എനിക്ക് തോന്നുന്നു പോളണ്ടിൽ നിന്ന് പുതിയ കവികൾ ഇവിടെ ഉണ്ട് തോന്നുന്നു, ഈ ഹോർത്തൂസിന് വരുന്നുണ്ട് തോന്നുന്നു. പോളണ്ടിൽ നിന്നൊക്കെയുള്ള പുതിയ കവിത പോലും പഴയ മീറ്ററുകൾ അവർ തിരിച്ചു പിടിക്കുന്നുണ്ട്. പഴയ മീറ്ററുകൾ, ഇപ്പോൾ വെൽഷിൽ നിന്നുള്ള പുതിയ കവികൾ പറയുന്നത് അവരുടെ പ്രതിരോധത്തിൻ്റെ, ഇംഗ്ലീഷ് വിഴുങ്ങുകയാണ് വെൽഷിനെ. ഇംഗ്ലണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണല്ലോ വെയിൽസ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അധിനിവേശത്തിന് വിധേയമാകുന്നൊരു ഭാഷയാണ് വെൽഷ് ഭാഷ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷാ സ്വത്വം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വെൽഷിൻ്റെ പഴയ ഈണങ്ങളും താളങ്ങളുമൊക്കെ ഞങ്ങളുടെ കവിതകളിൽ ഉപയോഗിക്കും. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യം കൂടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പഴയ വൃത്തങ്ങൾ, ഈണങ്ങൾ, താളങ്ങളൊക്കെ പുതിയ തലമുറ ആധുനികതയ്ക്ക് ശേഷം, ആധുനികതയുടെ കാലത്ത് അത് ഉപേക്ഷിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൻ്റെ അയൽഭാഷയായ തമിഴിൽ ഏറ്റവും പുതിയ കവികൾ പഴയ രീതിയിലുള്ള വൃത്തത്തിലേക്ക്, തമിഴ് ഭാഷ മലയാളം പോലെയല്ല, തമിഴ് ആധുനികത വൃത്തങ്ങളെ, പഴയ ഈണങ്ങളെയും താളങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാണ് പോയത്.
അപ്പോൾ അതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സമീപകാല തമിഴ് എഴുത്തുകൾ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും ശരി, ലോകത്തെമ്പാടുമുള്ള കവിതയിൽ ഒരു ജനറേഷൻ മാറ്റം എന്നുള്ള നിലയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി ഞാൻ അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, ഒരു സ്ട്രെസ്ഡ് പോയട്രിയിൽ നിന്ന് റിലാക്സ്ഡ് പോയട്രിയിലേക്ക് ലോകമെമ്പാടുമുള്ള കവിത മാറിയിട്ടുണ്ട്. ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു കവിതാ രീതിയിൽ നിന്ന് ഭയങ്കര ഗൗരവം തോന്നിപ്പിക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു സാഹിത്യ ഭാഷയുള്ള ഒരു കവിതയിൽ നിന്ന് ഒരു തരം റിലാക്സ്ഡ് പോയട്രിയിലേക്ക്, ഒരു തരം നിസ്സാരത പുറമേക്ക് കാണുന്ന തരം കവിതകളിലേക്ക്. എന്നാൽ ഉള്ളിൽ അങ്ങനെ ആവണമെന്നില്ല. പുറമേക്കൊരു നിസ്സാരത തോന്നിക്കുന്ന പാസീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കവിതാ രീതിയിലേക്ക് ലോകമെമ്പാടുമുള്ള ഇന്നത്തെ കവിത മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ജോസഫ് മാഷ് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച മാറ്റത്തെ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്ന് തന്നെയുള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു സ്ട്രെസ്ഡ് പോയട്രിയിൽ നിന്നൊരു റിലാക്സ്ഡ് പോയട്രിയിലേക്ക് ലോകമെമ്പാടുമുള്ള കവിത മാറിയിട്ടുണ്ട്. അത് ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു സൂചകമായിട്ട് ഞാൻ കാണുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.